ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ ദൈവത്തിനോട് ഞാൻ പറഞ്ഞു, ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു അവസരം കൊണ്ടാ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അവസരം ദൈവം എനിക്ക് തന്നു, ഞാൻ അങ്ങ് ഇറങ്ങി പണിയെടുത്തു. താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ്. ദൈവം തന്നു, ബാക്കി ഞാൻ ഏറ്റെടുത്തു. നമ്മളെ പല ആളുകളുടെയും പ്രശ്നം, എല്ലാവർക്കും ദൈവം അവസരം തന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ ദൈവം തന്നെ നമ്മളെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഒരു പണി എടുക്കാതെ നമ്മൾ നിൽക്കുന്നത്, ഒരു പണി എടുക്കാതെ നിൽക്കുന്നത്. ഈ ബിസിനസ്സിലൂടെ വിജയിച്ചിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും നിങ്ങൾ നോക്കി, എല്ലാ ലീഡേഴ്സിനും നിങ്ങൾ നോക്കിക്കോളി. ഈ ബിസിനസ്സിലൂടെ വിജയിച്ചിട്ടുള്ള എല്ലാ ലീഡേഴ്സും തുടക്കത്തിൽ നല്ല സ്ട്രഗ്ലിങ് അനുഭവിച്ചു വന്നിട്ടുള്ളവരാണ്. അവരെല്ലാ പ്രോഗ്രാമും പങ്കെടുത്തവരാണ്. എല്ലാ BOMും ഫിസിക്കലി പങ്കെടുക്കുന്നവരായിരുന്നു. എല്ലാ VOP സെന്ററുകളും അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ തുടക്കത്തിൽ 4 VOP സെന്ററുകൾ ഞാൻ ഒരാഴ്ചയിൽ ഉപയോഗപ്പെടുത്തുമായിരുന്നു. മിനിമം 3 അല്ലെങ്കിൽ 4. എല്ലാ സ്ഥലങ്ങളിലും ഒരു ഗസ്റ്റ് ഇല്ലെങ്കിലും ഞാൻ VOP സെന്ററിൽ ഉണ്ടാവും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ബിസിനസ്സുമായിട്ട് ഇങ്ങനെ ഇടപഴകിയത് കൊണ്ടാണ് എനിക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റിയത്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഈ ബിസിനസ്സുമായിട്ട് നമുക്ക് ഇടപഴകാൻ പറ്റണം. നമ്മൾ മറ്റുള്ള ഇപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് കല്യാണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ ഒരുപാട് കല്യാണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജ്യേഷ്ഠന്റെ വീട് കൂടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ടാകുന്ന സമയത്തും എൻ്റെ മൂത്താപ്പാന്റെ മകളുടെ കല്യാണം, അവരുടെ മകളുടെ കല്യാണം, ഇങ്ങനെ ഓരോ പരിപാടി നടക്കുന്ന സമയത്തും ഞാൻ ഇൻഡസ്ട്രിയുടെ പ്രോഗ്രാമിലായിരുന്നു. പല ആളുകളും അന്നൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു, അവർ കല്യാണത്തിൽ പങ്കെടുക്കുന്നില്ല, മറ്റുള്ള പരിപാടിയിൽ പങ്കെടുക്കണില്ല, അവൻ ബിസിനസ് ആണ് എന്ന് പറഞ്ഞു നടക്കുകയാണ് എന്ന് പറഞ്ഞവർ മുഴുവൻ, ആ പറഞ്ഞ മുഴുവൻ ആളുകളും ഇന്ന് മാറ്റി പറഞ്ഞു. അന്ന് വിജയിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ അമ്മാവന്റെ മകൻ എന്ന് പറഞ്ഞു, നിന്നെ കൊണ്ടൊക്കെ ഇത് പറ്റുള്ളൂ. ഈ രീതിയിലേക്ക് മാറ്റിമറിക്കാൻ 55 ലക്ഷം കെട്ടിയപ്പോഴേക്കും മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എൻ്റെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 1.5 ലക്ഷം തൊട്ട് 3 ലക്ഷം വരെയാണ്. 15,000 രൂപയിൽ നിന്നാണ് 1.5 ലക്ഷത്തിലേക്ക് മാസ വരുമാനം മാറിയത്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ പറ, ഇന്ന് നാട്ടിൽ 1.5 ലക്ഷം കിട്ടാൻ പറ്റിയിട്ടുള്ള ഒരു സാധാരണക്കാരന്, വലിയ രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത, വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു നാട്ടുംപുറത്തുള്ള ഒരു സാധാരണക്കാരന് 1.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ വരുമാനം വാങ്ങാൻ പറ്റിയ മറ്റെന്ത് എന്ത് മേഖല ഇന്ന് നാട്ടിലുണ്ട്? ഒന്ന് ആലോചിക്കും. എന്നിട്ട് വേണം ഈ ബിസിനസ് ചെയ്യാൻ. പല ആളുകളും ആരൊക്കെയോ തന്നിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് എത്തിയിട്ടുള്ളത്, ആരൊക്കെയോ വഴി എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് ഈ ബിസിനസിന്റെ ഗ്രോത്ത് മനസ്സിലായിട്ടില്ല, ഇതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ് മനസ്സിലായില്ല. എൻ്റെ ചെറുപ്പത്തിൽ തുടക്കത്തിലൊക്കെ അല്ലെങ്കിൽ കുറച്ചു മുമ്പൊക്കെ ഞാൻ സ്വപ്നം കണ്ടിരുന്നത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, റബ്ബർ വെട്ടിയിട്ട് രാവിലെ എണീറ്റ് 12 മണിക്ക് 1 മണിക്ക് എണീറ്റ് റബ്ബർ വെട്ട് രാവിലെ വരെ, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെ ഓട്ടോ ഓടുക, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ബസ് കഴുകാൻ പോവുക. ഹലോ, ഇങ്ങനെയൊക്കെ പണിയെടുത്താൽ കിട്ടുന്നത് ചിലപ്പോൾ ഒരു 1,500 2,000 രൂപ ഒരു ദിവസം കിട്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 50,000 60,000 എനിക്ക് സമ്പാദിക്കാൻ പറ്റുമായിരിക്കും. അതിലൂടെ വലിയൊരു പണക്കാരനാകാൻ പറ്റുമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ ഉറക്കത്തിൽ അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ കണ്ടിരുന്നത്. ഹലോ, ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, ഇങ്ങനെ പറ്റുള്ളൊരു സാധാരണക്കാരനെ കൊണ്ട് അങ്ങനത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ സ്വപ്നം കാണുന്നത് മാസം 10 ലക്ഷമാണ്, സീലിംഗ് അച്ചീവറാണ്, അല്ലെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലും സീലിംഗ് അച്ചീവേഴ്സിനെയാണ്. ഈ രീതിയിലേക്ക് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന ഈ ഓപ്പർച്യൂണിറ്റി. ഇതിൽ നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, ഇതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളത് 101% ഉറപ്പാണ്. അതിന് ഒരു ക്വാളിഫിക്കേഷനും ആവശ്യമില്ല, ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. ഒറ്റ ക്വാളിഫിക്കേഷൻ മതി, നിങ്ങൾക്ക് വിജയിക്കണം എന്നുള്ള ആഗ്രഹവും അത് നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു മനസ്സും നിങ്ങൾക്ക് വേണം. നമ്മളെ സംബന്ധിച്ച് പല ആളുകളും ഈ ആഗ്രഹത്തോടു കൂടി ഇറങ്ങുന്ന സമയത്ത് ഈ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ നമുക്ക് വർക്ക് എടുക്കാം എന്ന് നമ്മൾ പറഞ്ഞ് ഇറങ്ങും. പക്ഷെ ഇറങ്ങാൻ സമയത്തായിരിക്കും ഇപ്പൊ പോകണ്ട, ഇനി ഏതായാലും ഉച്ചയാവാനായിട്ടുണ്ട്, വെയിൽ ഉദിച്ചിട്ടുണ്ട്, ഇനി ഉച്ചയ്ക്ക് ശേഷം പോകാം എന്ന് പറഞ്ഞ് നമ്മളെ ഉള്ളിലുള്ള ഒരു സാധനം നമ്മളെ ബാക്കോട്ട് വലിക്കും. അത് വൈകുന്നേരം ആകുമ്പോൾ അത് കിടന്നുറങ്ങി എണീക്കുമ്പോൾ പറയും ഇന്ന് പോകണ്ട, നാളെ രാവിലെ പോകാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബാക്കോട്ട് വലിക്കും. ഇങ്ങനെ നമ്മളെ ഉള്ളിലുള്ള ആ ഒരു ശക്തി നമ്മളെ ബാക്കോട്ട് വലിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഈ ബിസിനസ്സിൽ വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2025 ലാസ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. 2026 നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു വർഷമാണ്. ഒരുപാട് ആളുകളുടെ ലൈഫിൽ വലിയ രീതിയിൽ ഉയർച്ചകൾ സമ്മാനിക്കുന്ന ഒരു മേഖലയായിട്ട് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയും വലിയ ഒരു ഉയർച്ച
ഉയർച്ച സമ്പാദിക്കുന്ന കമ്പനിയായിട്ട് ഇൻഡസ്ട്രി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അങ്ങനെ ഉയർച്ച ഉണ്ടാകുമ്പോൾ ആ ഉയർച്ചയിൽ നമ്മളും വേണം എന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അതിന് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഇന്നു മുതൽ വർക്ക് എടുക്കാൻ വേണ്ടി തയ്യാറാവുക. അതിന് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് വിവ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒരു രക്ഷയില്ല, ഒരു അഡാറ് സെഷൻ ഷംസു സാറെ കയ്യിൽ നിന്ന് കിട്ടി. എല്ലാരും ഒരു ഹെഡ് സിമ്പിൾ കൊടുക്കാം. ഈ സ്ക്രീന് മൊത്തം റെഡിന്റെ മയമായിരിക്കണം, ഹെഡ് സിമ്പിളിന്റെ മയമായിരിക്കണം. അപ്പൊ എല്ലാരും മാക്സിമത്തിൽ എന്ത് ചെയ്യും, നല്ലൊരു ഹെഡ് സിമ്പിൾ കൊടുക്കുക. കാരണം അദ്ദേഹത്തിന്റെ വിവാ ജേണിയിൽ നിന്നുള്ള ഒരുപാട് ലെസൺസ്, അനുഭവിച്ചറിഞ്ഞ എക്സ്പീരിയൻസ് ഒരുപാട് കിട്ടി. ഇതാണ് നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ മോട്ടിവേഷൻ. ഒരുപാട് കാര്യങ്ങൾ കിട്ടി. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു മോട്ടിവേഷൻ ആവണം, ഇനി അങ്ങോട്ടുള്ള ഗ്രോത്തിലേക്ക് മോട്ടിവേഷൻ ആവണം. ഓക്കെ, ഇനിയാണ് നമ്മളെ പ്രധാനപ്പെട്ട സെഷൻ. ഇന്നത്തെ ഈ ഒരു RK മെഗാ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സെഷനിലേക്ക് കടക്കാണ്. അപ്പൊ എല്ലാവരും ഒന്നുകൂടെ ലൈവിൽ വരിക. ഒരുപാട് ആളുകൾ ക്യാമറ ഓഫ് ആക്കിയിട്ടൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യാ, ഒന്ന് ഫ്രണ്ടിലേക്ക് വരിക. നിങ്ങളെ ഫേസ് ഇവിടെ കാണണം. രാജേശ്വർ നോക്കുന്ന സമയത്ത് നമ്മളെ ഫേസ് ഫ്രണ്ടിൽ കണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു സെഷൻ. സെക്കൻഡ് ലിങ്കില് വീഡിയോ നടക്കും. ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ, അന്ന് ക്യാമറ ഓൺ ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് ഒരാളെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് രാജേശ്വരെ വിളിക്കാം. ഇന്ന് ഈ ഓർഗനൈസേഷൻ, ടീം RK എന്നുള്ള ഈ ഓർഗനൈസേഷൻ, നമ്മളെ ഈ വലിയ ഓർഗനൈസേഷന്റെ കപ്പിത്താൻ, ഇന്ന് ഏകദേശം നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് 7 കോടിക്കടുത്ത് വരുമാനം വാങ്ങിച്ച നമ്മുടെ സ്വന്തം ഗ്രേറ്റ് ലീഡർ രാജേഷ് സർ നമുക്ക് നമ്മളെ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. മോസ്റ്റ് വെൽക്കം രാജേഷ് സർ. നിങ്ങളെ ഹാർദവമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാണ്. മോസ്റ്റ് വെൽക്കം സർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കേൾക്കാലോ അല്ലേ? യെസ് സർ. രണ്ട് ഡിവൈസിലും കേൾക്കാന്ന് വിശ്വസിക്കുന്നു. ഓക്കെയാണ് സാർ. ഗുഡ് മോർണിംഗ് ആൾ. ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ എല്ലാരെയും? ഓക്കെ, ഇപ്പൊ ശരിയെന്ന് തോന്നുന്നു അല്ലേ? വീണ്ടും അവിടെ ഗുഡ് മോർണിംഗ് വരുന്ന സെക്കൻഡ് ലിങ്കിൽ. All right. One second. All right. Thank you very much. Success is not an easy task. വിജയം എന്ന് പറഞ്ഞത് അത്ര ഒരു എളുപ്പമുള്ള കാര്യമല്ല. ഇഫ് ഇറ്റ് ഈസ് ഈസി, അത് ഈസി ആണെങ്കിൽ ഇറ്റ് വോണ്ട് ലാസ്റ്റ് ലോങ്. അത് അധികകാലം നിലനിൽക്കില്ല. അപ്പം ദീർഘകാലം നിലനിൽക്കുന്ന വിജയം നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ഈസി ടാസ്ക് അല്ല. അതിൻ്റെ പുറകിൽ വലിയ ഹാർഡ് വർക്കും വലിയ സാക്രിഫൈസും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഇപ്പം നിങ്ങൾ കേട്ട സക്സസ് സ്റ്റോറി മിസ്റ്റർ ഷംസുദ്ദീൻ. ആ സക്സസ് സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവും, ശരിയാണ്, ഞാനും ഈ ഒരു ഫേസിലൂടെ കടന്നു പോവുകയാണല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ എന്നുള്ളൊരു, ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിന് ആ ഒരു എന്താ പറയാ, സക്സസ് സ്റ്റോറി കേട്ടപ്പം നമ്മുടെ ലൈഫിലൂടെ നമ്മൾ കടന്നു പോണ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എനിക്കുണ്ടായി. സോ ഈ ഒരു ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളെ നമ്മൾ പറയാൻ എന്താണ്? നെറ്റ്വർക്ക് മാർക്കറ്റർ അല്ലേ? നെറ്റ്വർക്ക് മാർക്കറ്റർ. നമ്മുടെ നാട്ടിൽ നമ്മൾ നാട്ടുകാരോട് അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ള സർക്കിളിൽ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു പുച്ഛഭാവമായിരിക്കും ഉണ്ടാവുക നമ്മളോട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സായിപ്പിനോട്, ഒരു ഇംഗ്ലീഷുകാരനോട് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അയാൾ മനസ്സിലാക്കുക ആ വാക്കിന്റെ അർത്ഥം തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങളോ സേവനങ്ങളോ വിപണനം ചെയ്യുക, കച്ചവടം ചെയ്യുക. സാധനങ്ങളോ സേവനങ്ങളോ കച്ചവടം ചെയ്യുക, അതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു, വിതരണ ശൃംഖല ഉണ്ടാക്കി ആ ശൃംഖലയിലൂടെ ആ സാധനങ്ങളോ സേവനങ്ങളോ മാർക്കറ്റ് ചെയ്യുന്നു, വിൽക്കുന്നു. ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. സായിപ്പ് അതാണ് മനസ്സിലാക്കുക. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എന്താ മനസ്സിലാക്കുക? ഉടായ്പ പരിപാടി, ആളെ പറ്റിക്കുന്ന പരിപാടി, ആളെ ചേർക്കുന്ന പരിപാടി. അത് ആൾക്കാരുടെ മനോഭാവം അങ്ങനെയാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വിവരമില്ലാത്തതുകൊണ്ടാണ്. ആൾക്കാരെ കുറ്റം പറയാനും പറ്റില്ല, കാരണം കുറെ തട്ടിപ്പ് പരിപാടികൾ ആ മേഖലയിൽ ഉണ്ടല്ലോ. പക്ഷേ തട്ടിപ്പ് പരിപാടികൾ ഉണ്ടെങ്കിൽ പോലും ഒറിജിനൽ ഈസ് ഒറിജിനൽ.